നമ്മളിന്ന് ഗോൾഡ് വാങ്ങാൻ വേണ്ടി ദുബായ് ഗോൾഡ് സൂക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് ദുബായിലേക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടോക്കെ ലെറ്റ്സ് ഗോ. ഗോൾഡ് സൂക്കിൽ ഏകദേശം വീഡിയോ രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് പൂട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ച എല്ലാം കൂടി ഇറങ്ങുമ്പോഴത്തേക്ക് മോന്തിയായി. ഷെയ്ഖ് സായിദിലെ ഈ റോഡുമ്പോൾ കൂടി പോവുക മോന്തി തന്നെയാണല്ലേ. പകൽ വെളിച്ചത്തിനേക്കാൾ ഷെയ്ഖ് സായിദ് റോഡിന് ഭംഗി രാത്രി വെളിച്ചത്തിനാണ്. പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ട് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് 5.5G. നമ്മുടെ നാട്ടിൽ ഇന്ന് BSNL 5G ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ഇൻസ്റ്റ. നമ്മൾ ഗോൾഡ് സൂക്കിലെത്തി പാർക്കിംഗ് കിട്ടും കുറച്ച് പണിയനു. നോക്കുന്നിടത്തെല്ലാം മലബാർ ഗോൾഡ് ഉണ്ട്, ആടെ എവിടെയെല്ലാം ഉണ്ട്. നാട്ടിലെ ഡ്രസ്സെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചതിനോട്ട് ഇവിടെ ഗോൾഡ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ദുബായ് ദേരയിലുള്ള ഈ മാർക്കറ്റ് മൊത്തം ഗോൾഡിന്റെ ഷോപ്പാണ്. ഞാൻ ആദ്യമായിട്ട് ഗോൾഡ് ഷോപ്പ് 10 കൂടുതൽ ഒരുമിച്ച് കണ്ടത് കോഴിക്കോട് കൊടുവള്ളിയിലാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ 200 ഷോപ്പായിട്ടുണ്ട് ഈ മാർക്കറ്റിൽ. അങ്ങനെ നമ്മൾ പണിക്കൂലിയെല്ലാം കുറവുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ഗോൾഡിങ് വാങ്ങി. ഗോൾഡിന്റെ പൈസ മുന്നോട്ടേക്ക് തന്നെ പോകുന്നതാണ്. ആവുമ്പോൾ കുറേശ്ശെ വാങ്ങിച്ചോളി, മഹറെല്ലാം കൊടുക്കണ്ടല്ലോ ഭാവിയില്. ഇത് 24K ഗോൾഡ് ആണ്. ഇറ്റ് മീൻസ് പ്യുവർ ഗോൾഡ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങുന്നതാണെങ്കിൽ 24K വാങ്ങുന്നതാണ് ബെറ്റർ. ഇത്രയൊന്നും നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനാവില്ല കസ്റ്റംസിന്റെ റൂള് പ്രകാരം. UAE ഒരു വർഷത്തിന് മുകളിലുള്ള ആണുങ്ങളാണെങ്കിൽ ഓൽക്ക് 20 ഗ്രാംസ് സ്വർണവും, ഇനി പെണ്ണുങ്ങളാണെങ്കിൽ ഓൽക്ക് 40 ഗ്രാംസ് സ്വർണം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ റൂൾസ് പ്രകാരം. കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാതെയുള്ള കണക്കാണിത്. ഇനി കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടാണെങ്കിൽ നമുക്ക് 1 കിലോ വരെയെല്ലാം കൊണ്ടുപോകാം. UAE വിസിറ്റ് വന്നിട്ട് ഗോൾഡ് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് 5% ഇവിടെ വാറ്റ് ഉണ്ട്, അത് തിരിച്ചു കിട്ടും. ഗോൾഡ് സൂക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. ഇവിടെ ഗോൾഡ് സൂക്കിന്റെ സുവനീർ എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. 10 ദിറംസ് ആണ്. കണ്ടാൽ ഗോൾഡ് കോയിൻ പോലെ ഉണ്ടാവും, പക്ഷേ ഗോൾഡ് അല്ല. നമ്മൾ ഗോൾഡ് എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ദേര മാർക്കറ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മളൊരു ചോക്ലേറ്റും നട്ട്സിലുള്ള ഷോപ്പ് കയറിക്കുന്നു. എണ്ണയാ തീരാത്തത്ര മോഡൽ പിസ്തകൾ ഇവിടെ ഉണ്ട് പല ടൈപ്പില്. വെറുതെ തിന്നുകാടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റും വാങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കറാമയിലേക്ക് കുടിച്ചു. കറാമയിലുള്ള കാലിക്കറ്റ് പാരകളിലാണ് ഇന്നത്തെ നമ്മളെ ഫുഡ്. നമ്മളിപ്പോ വാങ്ങിയ ഗോൾഡ് നാട്ടിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20,000 റുപ്പീസ് നമുക്ക് ലാഭമാണ് നാട്ടിലെ പൈസ ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എന്നാ പിന്നെ ആ പൈസക്ക് ഫുഡ് അടിക്കാന്ന് വിചാരിച്ച് പാരങ്ങളിൽക്കാര് നല്ല ഫുഡ് അങ്ങ് ഓർഡർ ചെയ്ത് ബീഫ് റോസ്റ്റ്, മീൻകറി മുളകിട്ടത്, പത്തിരി, ചപ്പാത്തി, പൊറോട്ട എന്ന് പറയണ്ട പല ക്വാളിറ്റിയുള്ള ഫുഡ് ഓർഡർ ചെയ്താൽ കഴിച്ചു. ഫുഡ് മിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നോ കോംപ്രമൈസ്. പേരകളിലെല്ലാം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ കാര്യച്ചല്ല. ഓലെ ലെഗസി ഇട്ട് കളിക്കൂല, ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും. ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മളെ റൂമിലേക്ക് പോവാണ്, അബുദാബിയിലേക്ക്. പോകുന്നതായിക്ക് നെസ്റ്റോന്റെ വലിയൊരു ബോർഡ് ഉണ്ട്. ഓലെ ഗോഡൌണിന്റെ മേലെ തന്നെയാണ് ആ ബോർഡുള്ളത്. ഓൽക്ക് പരസ്യത്തിന് വേറെ ഒന്നും വേണ്ടിയില്ല, ഈ ബോർഡ് തന്നെ മതി. അങ്ങനെ ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിൽ നമ്മളെ റൂമിലെത്തി. ഇന്നത്തെ ദിവസം ഖലാസ്.